കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. പക്ഷേ വിശേഷമൊന്നുമില്ല. അപ്പോഴാണ് സ്വന്തം ചേച്ചി വിളിച്ചത്. വാ മോളെ എൻ്റെ വീട്ടിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ എല്ലാം റെഡിയായി. അതിന് പിന്നിലുള്ള രഹസ്യം എന്താണ്? അതാണിന്ന് വന്ദന പറയുന്നത്. വന്ദനയുടെ മേലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് വന്ദന. യഥാർത്ഥ പേരല്ല. എനിക്ക് 30 വയസ്സുണ്ട്. കറക്റ്റ് 5 വർഷത്തിന് മുമ്പാണ് എൻ്റെ വിവാഹം നടന്നത്. അറേഞ്ച്ഡ് മാരേജാണ്. ഞാനും എൻ്റെ ഭർത്താവും ബാങ്കിലെ എംപ്ലോയീസാണ്. അദ്ദേഹം സ്വകാര്യ ബാങ്കിലും ഞാൻ ദേശസാൽകൃത ബാങ്കിലുമാണ്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളായിട്ടാണ് എല്ലാവരും വാഴ്ത്തിയത്. ഞങ്ങൾക്കിടയിലും സ്നേഹം, അടുപ്പം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മിക്ക ദിവസങ്ങളിലും പുള്ളി ബിസി ആയിരിക്കും. മറ്റൊരു ജില്ലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടേക്കുള്ള യാത്ര ഇത്തിരി കൂടുതലായതുകൊണ്ട് ഞാൻ പറയും, ചേട്ടൻ അവിടെ അങ്ങ് നിൽക്ക്, വീക്കെൻഡിലോ അവധി ദിവസങ്ങളിലോ മാത്രം വന്നാൽ മതിയെന്ന്. അത് അദ്ദേഹത്തിന് ഒരു റിലാക്സേഷനായിരുന്നു. വന്നു കഴിഞ്ഞാൽ എന്നോട് ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഉള്ളപ്പോൾ ഞങ്ങൾ ഇണക്കുരുവികളെ പോലെയാണ്. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിരിക്കില്ല. പിന്നെ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിന്നോളും. എന്താണ് ഇഷ്ടം, മോൾക്ക് എന്ത് വേണം എന്നൊക്കെ ഇപ്പം വേണമെങ്കിലും ചോദിക്കും. ആ ടൈപ്പാണേ. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് പതിവായ ചോദ്യങ്ങൾ തുടങ്ങിയത്. വിശേഷമൊന്നുമില്ലേ എന്ന് ചോദിച്ച് ആളുകൾ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഈ വിശേഷങ്ങൾക്ക് പുറകിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കണ്ടത്. അപ്പോഴാണ് ഞങ്ങൾക്ക് 2 പേർക്കും ആ സത്യം മനസ്സിലായത്. 2 പേർക്കും ഗംഭീര കുഴപ്പങ്ങളുണ്ട്. അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക തന്നെ വേണം. അങ്ങനെ ട്രീറ്റ്മെൻറ്റുകളും മറ്റ് പണം മുടക്കിയുള്ള പല കാര്യങ്ങളുമായി കഴിഞ്ഞ 4 വർഷം പോയി. മാഡം, എല്ലാ ഡോക്ടർമാർ പറഞ്ഞതുപോലെ ചെയ്തു. പിന്നെ വീട്ടുകാർ പറയുന്ന പോലെ പ്രാർത്ഥനകൾ, വഴിപാടുകൾ, പോകാനിനി ഒരു സ്ഥലവുമില്ല. അത്രയ്ക്ക് ഞങ്ങൾ 2 പേരും കൂടി കഷ്ടപ്പെട്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു റിസൾട്ടും ഞങ്ങൾക്കുണ്ടായില്ല. അങ്ങനെ ശരിക്കും എനിക്ക് ഡിപ്രഷൻ അടിക്കുമോ എന്ന് പേടിച്ചു പോയി. ഒരു ഘട്ടത്തിൽ ഹസ്ബൻഡ് പറഞ്ഞു, എടി കുട്ടികളില്ലെങ്കിൽ എന്താ, നമുക്ക് 2 പേർക്കും നല്ല ജോലിയായിട്ട് ജീവിച്ചാൽ പോരെയെന്ന്. ഒരു കണക്കിൽ നോക്കുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ഓക്കെയാണ്. എങ്കിലും ബന്ധുക്കളും നാട്ടുകാരും അവർ വെറുതെ ഇരിക്കുമോ? ബാക്കി എന്ത് കാര്യത്തിനും നമുക്ക് മറ്റുള്ളവരുടെ സഹായം ചോദിക്കാം. ഈ ഒരു കാര്യത്തിന് പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെ ആയപ്പോഴേക്കും ആകെ ഞാൻ ഡെസ്പായി. ഹസ്ബൻഡിനോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ കുറച്ച് നാൾ ലീവ് എടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു, ലീവ് എടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? തിരക്കിനിടയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് വിഷമങ്ങളൊന്നും അറിയാതിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് സെറ്റിലാകാൻ വന്നത്. 2 പേരും വർഷങ്ങളായി, അതായത് ചേട്ടനും ചേച്ചിയും വർഷങ്ങളായിട്ട് ഗൾഫിലാണ്. അവർ അവിടെ വിട്ട ഉടനെ ഇങ്ങ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് മകൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് ഇവിടെ വന്നു. അവനെ ഇവിടെ നല്ലൊരു കോളേജിലാക്കി. എന്നിട്ട് അവർ പുതിയ വീടും ഒക്കെ വാങ്ങി താമസമാക്കി. ഇതെല്ലാം പെട്ടെന്നാണ് നടന്നത്. ഗൾഫിൽ നിന്ന് ഉടനെയെങ്ങും വരുന്നില്ലെന്ന് പറഞ്ഞ അവർ മകൻ്റെ പേര് പറഞ്ഞു വന്നത് എനിക്ക് സംശയമുളവാക്കി. ഞാൻ ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ അവിടെ എന്തൊക്കെയോ അലകുലത്ത് ബിസിനസ്സിൻ്റെ പേരിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല, പണമൊക്കെയുണ്ട്, നാട്ടിൽ എന്തെങ്കിലും തുടങ്ങാം എന്ന് പറഞ്ഞു വന്നു. എന്താണ് ചെയ്തതെന്ന് ചേച്ചി തെളിച്ച് പറഞ്ഞില്ല. കാണാൻ അതീവ സുന്ദരനാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്. അങ്ങനെ ഭയങ്കരമായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ആളാണ്. പിന്നെ ഒരു മോഡലിനെ പോലെ സ്വന്തം പ്രൊഡക്ട്സിന് പരസ്യവും കമ്പനിക്ക് പരസ്യമൊക്കെ അഭിനയിക്കാറുമുണ്ട്. അത്യാവശ്യം ആളുകൾക്കൊക്കെ സോഷ്യൽ മീഡിയ വഴി അറിയാവുന്ന ആളുമാണ്. പിന്നെ ഒരു അഴകിയ രാവണനാണ്. ഒത്തിരി സ്ത്രീകൾ ഫാൻസ് ഉണ്ടെന്ന് ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്. വശപ്പശ കാണുന്നും ചേച്ചിനോട് ചില സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും നല്ലപോലെ പണം പിന്നെ കെയർ ഒക്കെ ചേച്ചിക്ക് കൊടുക്കുന്നുണ്ട്. ഫാമിലിക്ക് നല്ല പ്രാമുഖ്യം കൊടുക്കുന്ന ആളാണ്. തരികിടയാണെങ്കിലും അതുകൊണ്ട് ഭർത്താവിനെ സഹിക്കാൻ ചേച്ചിക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ ചേച്ചി ഒത്തിരി കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒട്ടും മൊറാലിറ്റി ഇല്ലാത്ത ഒരാളാണ് ചേച്ചി. ഭർത്താവ് ഒരു കാട്ടുകോഴിയാണെന്ന് അറിഞ്ഞിട്ടും ചേച്ചിക്ക് പ്രശ്നമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി പറയും, പിന്നെ ഇതൊക്കെ എന്താ, എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യമാണോ? മനുഷ്യരല്ലേ, അതൊക്കെ അങ്ങനെയാണ്. ഒരു വഴി കൂടെ പോയിട്ട് തിരിച്ചിങ്ങി വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, തേഞ്ഞു പോകുന്ന കാര്യമൊന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി നിസ്സാരവൽക്കരിക്കും. എന്നോടാണ് ഈ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറയുക. എനിക്ക് തോന്നിയിട്ടുണ്ട് ചേച്ചിയും നമ്പർ 1 ഉടായ്പ തന്നെയാണെന്ന്. ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ പിടിക്കുന്നത് ചേച്ചിയാണ്. എന്തുകൊണ്ടാണ് അതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി ചേച്ചിക്ക് വല്ല ചുറ്റിക്കളികൾ കാണുമോ, സ്വന്തമായി ജീവിക്കുകയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയുള്ള 2 ദമ്പതികളാണവർ. അത്രയും മോഡേണുള്ള ആൾക്കാരെയൊന്നും ഞാനെടുത്ത് കണ്ടിട്ടില്ല. രഹസ്യങ്ങൾ അവരുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ ഞാനിതൊന്നും എൻ്റെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ ഷെയർ ചെയ്തിട്ടില്ല. വീട്ടുകാരുടെ മുന്നിലൊക്കെ ചേച്ചി ശിലാവതിയാണ്. അപ്പോൾ പിന്നെ
പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. മനുഷ്യർക്ക് ഇരട്ട മുഖമല്ലേ മാഡം. എന്തായാലും ചേച്ചി നാട്ടിൽ വന്ന് സെറ്റിലായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാര്യത്തിൽ അമിതമായ ഇൻട്രസ്റ്റ്. എടി, ഇത്രയും കാലം ഒന്നും നടന്നില്ല. ഞാൻ ഗൾഫിലിരുന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു ചേച്ചി അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ഇത് ശരിയാകും. ഓ, എൻ്റെ കാര്യമല്ല, ഞാൻ നോക്കട്ടെ. ഇവിടെ ചികിത്സ മറ്റു കാര്യങ്ങളൊക്കെ നീ തിരയുന്നതിനേക്കാൾ നന്നായിട്ട് ഞാൻ തിരഞ്ഞാൽ കിട്ടും. നാട്ടിൽ ഞാൻ വന്നല്ലോ, ഇനി നിൻ്റെ കാര്യങ്ങൾ ഞാൻ റെഡിയാക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ആ ചേച്ചി റെഡിയാക്കിയാൽ നമുക്ക് കൊള്ളാം, അല്ലാതെ ഇപ്പം എന്താ. എന്തായാലും നിൻ്റെ വീട്ടിൽ ഇത്രയ്ക്ക് ശുഷ്കാന്തി കാണിക്കുന്ന, നമ്മളെ കുറ്റപ്പെടുത്താത്ത ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതൊരു കണക്കിന് ശരിയാണ്. ചേച്ചി കുറ്റപ്പെടുത്താറില്ല. എടി, ഇതൊന്നും വലിയ കാര്യമല്ല. എൻജോയ് ചെയ്ത് ജീവിക്കുന്നതിനിടയ്ക്ക് തടസ്സമാണ് ഈ കാര്യങ്ങളൊക്കെ. എനിക്ക് പിന്നെ പെട്ടെന്ന് എല്ലാം അങ്ങ് റെഡിയായി. അതുകൊണ്ട് ഞാൻ ഓക്കെ ആയെന്നേ ഉള്ളൂ. അല്ല, നീ പറഞ്ഞതുപോലെ നിൻ്റെ അവസ്ഥയിലാണെങ്കിൽ ഞാനും എൻ്റെ ഭർത്താവും ഒട്ടും ദുഃഖിക്കില്ല. പ്രകൃതി തന്ന വരദാനമായിട്ട് ഞങ്ങളങ്ങ് കരുതും. കുട്ടികളില്ലാത്തത് എന്നൊക്കെ പറയും. ചേച്ചിക്ക് കിളി രണ്ട് സൈഡിൽ കൂടെ പറന്നു പോയെന്ന് ഞാനും പറയും. എന്തോ പ്രത്യേകതകൾ കൊണ്ട് മൂടുന്നൊരു റിലേഷനാണ് അവരുടെ ദാമ്പത്യ ബന്ധം. എൻ്റെ ഭർത്താവിനോട് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. പുള്ളി ഈ കാര്യത്തിലൊക്കെ ഇത്തിരി പഴഞ്ചനാണ്. സെൻറ്റിമെൻറ്റ്സും ഉണ്ട്. പ്രേമത്തിൻ്റെ കൂടെ തന്നെ പഴഞ്ചൻ സെൻറ്റിമെൻറ്റ്സും ധാരാളം അരച്ച് കലക്കി കുടിച്ച ഒരു സൽസ്വഭാവിയാണ് എൻ്റെ ഭർത്താവ്. അപ്പോൾ കൂടുതലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതെല്ലാം തെറ്റിദ്ധരിക്കപ്പെടും, സ്നേഹവും കുറയും. അതുകൊണ്ട് പറയേണ്ടത് മാത്രമേ സൂക്ഷിച്ചും കണ്ടും ഞാൻ പറയുകയുള്ളൂ. ചേച്ചി വന്നു കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, എടി മോളെ, ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു. നീ ഒരു 4 മാസം 3 മാസം ലീവ് എടുക്കണം. അതെന്താ 4 മാസം 3 മാസം? നീ 3 മാസമെങ്കിലും ലീവ് എടുക്കുക, 90 ദിവസം. എന്നിട്ട് നേരെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക. എന്താ ചേച്ചി അവിടെ? എടി, ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയ ഈ വീടിനടുത്ത് ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ് പ്രശസ്തമായ ഒരു ആയുർവേദ സ്ഥാപനമുണ്ട്. അവിടെ നിന്ന് കാര്യങ്ങൾ എല്ലാം റെഡിയാക്കിയെടുക്കാം. പക്ഷേ 90 ദിവസം നീ ഒന്ന് മെനക്കെടണം. അല്ല, ഞാൻ മെനക്കെട്ടാൽ മതിയോ? എൻ്റെ ഭർത്താവ്, ഇടി, അവന് കൗണ്ട് കുറവല്ലേ ഉള്ളൂ. അത് മരുന്ന് കഴിക്കാം. നിനക്കല്ലേ മറ്റു പ്രശ്നങ്ങൾ. അതിന് നീ ശരിക്കും ഇവിടുന്ന് അഡ്മിറ്റ് ആയ പോലെ ചികിത്സിക്കേണ്ടി വരും. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പോയിട്ട് വരാം, രാത്രി ഇങ്ങ് വരാം, രാവിലെ അവിടെ പോയി പിന്നീട് അവർ പ്രൊസീജിയർ എല്ലാം ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും നിനക്ക് തിരിച്ചു വരാം. വൈകുന്നേരം ആകണ്ട, ഉച്ച കഴിയുമ്പോഴേക്കും വരാം. അങ്ങനെ നിൻ്റെ ദുർമേധസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് കളഞ്ഞ് നിൻ്റെ കാര്യങ്ങൾ ഓക്കെ ആകും. അവൻ എല്ലാ അവധി ദിവസവും ഇങ്ങോട്ട് വന്നോട്ടെ, ഹസ്ബൻഡ്. അപ്പോൾ 2 പേർക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ശരിയാകും. നീയും അവനും കൂടെ ജോലിക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ ശരിയാകില്ലല്ലോ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞു. ചേച്ചിയുടെ മാധുര്യമൂറുന്ന വർത്തമാനം കേൾക്കുമ്പോൾ ആർക്കായാലും ഒരാശ തോന്നും, ഇത് നടക്കും എന്നൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു. അത്രയ്ക്കും വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഫോൺ കൊടുത്തു. അപ്പോഴേക്കും ഹസ്ബൻഡിനെ ബ്രെയിൻ വാഷ് ചെയ്തു. ഹസ്ബൻഡ് അത് കേട്ടിട്ട് പറഞ്ഞു, നിൻ്റെ ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും. ചേച്ചി പറഞ്ഞ ഈ കാര്യം ഫലവത്താകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഭർത്താവിന് വല്ലാത്ത ആവേശം കയറി. അങ്ങനെ ആയപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്? ഞാൻ 3 മാസം ലീവ് എടുത്തു. എന്നിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. ചേട്ടനിവിടെ ബിസിനസ്സുണ്ട്, ബിസിയാണ്. രാത്രി 11-11:30 ആവും വരുമ്പോൾ. പിന്നെ ചേച്ചിക്ക് ഒരു മോനും ഒരു മോളുമാണുള്ളത്. 2 പേരും ഇപ്പോൾ ഹോസ്റ്റലിലാണ്. ഇവിടെ നിന്ന് പഠിക്കാൻ മകൾക്കും ഇഷ്ടമല്ല. അവൾക്കും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള സ്കൂളിൽ തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് അവളെയും അങ്ങനെ ഹോസ്റ്റലിലാക്കിയത്. ചേച്ചി സ്വതന്ത്രയും സുന്ദരിയും സുമുഖിയുമായി ഇങ്ങനെ പരിലസിക്കുന്നു. കണ്ടാൽ എൻ്റെ അനിയത്തിയാണെന്നേ പറയുകയുള്ളൂ. പിന്നെ വീട്ടിൽ തന്നെ ജിം സെറ്റപ്പൊക്കെ ഉണ്ട്. ചേട്ടനാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സിനിമാ നടന്മാരെ വെല്ലും. എൻ്റെ ഭർത്താവിനും നല്ല സൗന്ദര്യമുണ്ട്. എങ്കിലും ചേട്ടൻ്റെ അത്രയും ഫിനിഷിംഗ് ഇല്ല. അത് ചൂണ്ടിക്കാട്ടി ഞാൻ പറയും. അപ്പോൾ പുള്ളി പറയും, എനിക്ക് ഈ തിരക്കിനിടയ്ക്ക് ഇങ്ങനൊന്നും ആകാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഓഫീസ് ടൈം മാത്രമേ ഉള്ളൂ ഡ്യൂട്ടി. പക്ഷെ ചേട്ടൻ അങ്ങനെയല്ല. നോക്കിക്കേ, വലിയ ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഭയങ്കര തിരക്കുമാണ്. എന്നിട്ട് അദ്ദേഹം ഇത്രയും ഫിറ്റായിരിക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കും. ഫിറ്റായിരുന്നാൽ നമ്മുടെ പ്രശ്നമെല്ലാം പോകുമെന്ന് ഭർത്താവ് തിരിച്ചു ചോദിക്കും. പറയാൻ പറ്റില്ല, പോയാലോ? അത്യാവശ്യം എക്സസൈസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞതുപോലെ. ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളിടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ട്. അതൊക്കെ സൗന്ദര്യപ്പണക്കം മാത്രം, വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം ഞങ്ങൾക്കായി അറേഞ്ച് ചെയ്തു തന്നു. അത് നല്ല ബെഡ്റൂം തന്നെ, വിശാലമായത്. ഒരു പ്രശ്നവുമില്ല, ഒരു ശല്യവുമില്ല. അവിടെ വേറെ ബെഡ്റൂം കൂടിയുണ്ട്. താഴെ 3 ബെഡ്റൂമുകളുണ്ട്. അവിടെ ഒരു ബെഡ്റൂം മകൻ്റേതാണ്. അവനത് ആർക്ക് ഷെയർ ചെയ്യുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു ബെഡ്റൂമിൽ ചേട്ടനും ചേച്ചിയും. താഴത്തെ ഒഴിഞ്ഞു കിടക്കുന്ന വേറൊരു ബെഡ്റൂം ഉണ്ടല്ലോ, അവിടെ എന്താ ഞങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാത്തത് എന്ന് ഞാൻ ഓർത്തു. പക്ഷേ
ഞാൻ ചോദ്യം ചെയ്യാൻ പോയില്ല, അവരുടെ വീടാണല്ലോ. പിന്നീട് വൈകുന്നേരമായപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ്റെ കൂടെ അതീവ സുന്ദരനായ 10-26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. അങ്ങേര് ആണ് ആ ബെഡ്റൂമിൽ താമസിക്കുന്നത്. അത് ഞാൻ ആദ്യമായിട്ട് അറിയുകയാണ്. ചേച്ചി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് പോയിരുന്നു ആ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ഇവരെ കൂടാതെ ഇങ്ങനൊരു ചെറുപ്പക്കാരൻ താമസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, ചേച്ചി ഇതാരാണെന്നും. അതാണ് മോനെ പ്രവീൺ, പ്രശസ്തനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പറഞ്ഞു. അയാളുടെ ഫാമിലിയിൽപ്പെട്ട ആളാണ്, വലിയ പണക്കാരനാണ്. അവനിപ്പോൾ ബിസിനസ് രംഗത്തേക്ക് സ്വതന്ത്രനായി ഇറങ്ങിയതാണ്. ചേട്ടൻ്റെ പാർട്ണറാണ്. പിന്നെ വീട്ടുകാരുമായിട്ട് അത്ര നല്ല ടൈംസ് ഒന്നുമല്ല. അതുകൊണ്ട് പുറത്ത് താമസിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളാണ് പറഞ്ഞത്, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, ഇവിടുത്തെ ഒരു ഫാമിലി മെമ്പറായി കൂടിക്കൊള്ളാൻ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, 50-50 ഷെയർ. ചിലപ്പോൾ അവൻ പ്രോഫിറ്റ് പോലും അധികം ശ്രദ്ധിക്കാറില്ല. ചേട്ടൻ പറയുന്നതാണ് അവന് വേദവാക്യം എന്ന് പറഞ്ഞു. ആ, അത് നല്ല കാര്യമാണെന്ന് ഞാൻ ഹസ്ബൻഡ് പറഞ്ഞു. എന്തായാലും പരിചയപ്പെട്ടു. നല്ല സൽസ്വഭാവിയായ ഒരു പയ്യൻ പ്രവീൺ. നല്ല പേര് പോലെ തന്നെ നല്ല പ്രസന്നത. എന്തായാലും ഹസ്ബൻഡിൻ്റെ കൂടെ 3 ദിവസം ഉണ്ടായിരുന്നു. പിന്നീട് ചികിത്സാലയത്തിൽ പോയി അവിടെ ഡോക്ടറൊക്കെ കണ്ട് അവർ ചികിത്സകളൊക്കെ പറഞ്ഞ് ഒന്ന് സ്വസ്ഥമായി കഴിഞ്ഞ ശേഷമാണ് നാട്ടിലേക്ക് പോയത്. പിന്നെ അദ്ദേഹം 10 ദിവസം കൂടിയിരിക്കുമ്പോഴോ അവധി ഉള്ളപ്പോഴൊക്കെ വരാമെന്നും പറഞ്ഞു. സ്ഥിരമായിട്ട് വരണേന്ന് ഞാനും പറഞ്ഞു. കാര്യം എനിക്കും ഇടയ്ക്കൊക്കെങ്കിലും ഹസ്ബൻഡിനെ കണ്ടില്ലെങ്കിൽ വല്ലാത്ത ഒരൊറ്റപ്പെടൽ തോന്നും. എന്തായാലും ഹസ്ബൻഡ് പോയതിൻ്റെ പിറ്റേ ദിവസം 10 മണിയൊക്കെ ആയപ്പോഴേക്കും പ്രവീണും എൻ്റെ ചേച്ചിയുടെ ഭർത്താവും വന്നു. അവരന്ന് നേരത്തെയാണ് വന്നത്. ചേച്ചി പറഞ്ഞിരുന്നു അവർ വരുമെന്ന്. വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ എന്ന്. അവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഓടിച്ചെന്ന് പ്രവീണിനെ, മോനെ എത്ര ദിവസമാണ് നീ രാത്രി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട്? അതിന് ചേച്ചി എന്ന് രാവിലെ ഞാൻ ഇവിടുന്ന് കഴിക്കുന്നില്ലേ? അങ്ങനെയല്ലടാ, രാത്രി നീ ഇപ്പോൾ വന്നിട്ട് കുറേ ദിവസമായി. നിങ്ങൾ രണ്ടുപേരും കൂടെ എപ്പോഴാണ് വരുന്നത്? 11:30, 12:30 എന്നിട്ട് പാർട്ടിയാണെന്ന് പറയും. എല്ലാം പുറത്തുനിന്ന് കഴിക്കുന്നത്. ഇവിടുന്ന് കഴിക്കാൻ നിനക്ക് മോഹമില്ലേ? അതിനെന്നും രാവിലെ ഇവിടുന്നല്ലേ കഴിക്കുന്നത്? അങ്ങനെ നീ പറയരുത്. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതാണോടാ ഈ ചേച്ചി രാത്രി ഉണ്ടാക്കുന്നതും? നീ ഒരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും രുചിയുള്ള ഭക്ഷണം കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അവൻ്റെ തലമുടിയിൽ തലോടുന്നു. ഒരു മകനെന്ന പോലെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇളക്കവും തുള്ളലും കൊഞ്ചലും ഒന്നും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാളയെ കാണുമ്പോൾ പശു തുള്ളി കുതിക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്തായാലും ചേട്ടൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളി ഇത് ആസ്വദിക്കുകയാണോ മൊബൈൽ തോണ്ടുകയാണോ ഒരു പ്രശ്നവുമില്ല. ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ. ആർക്കും ഒരു പ്രശ്നവുമില്ല. എനിക്ക് മാത്രം അബ്നോർമലായി തോന്നേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കടിച്ചു പിടിച്ച് സഹിച്ചിരുന്നു. എന്തായാലും ചേച്ചി അവിടെ പിന്നെയും അതിർത്തികൾ ലംഘിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും കാണിക്കുന്നത് ഞാൻ ദിവസവും കണ്ടു. ഒരു ദിവസം എനിക്ക് ചോദിക്കാതിരിക്കാൻ വയ്യാന്നായി. ഞാൻ ഒരു ദിവസം ചോദിച്ചു, ചേച്ചി എന്താണിത്? ആ ചെക്കനോട് ചേച്ചി അതിൽ കടന്ന് പെരുമാറുകയാണല്ലോ. അതുമാത്രമല്ല ചേച്ചി അസാധാരണമായിട്ട് കുഴയുന്നുമുണ്ട്. എന്തിനാണിത്? ഭർത്താവുള്ളപ്പോൾ അന്യപുരുഷനോട്, അതും 25 വയസ്സേ ഉള്ളെങ്കിലും അവൻ മകനൊന്നുമല്ല, നല്ല ഒത്തൊരാണാണ്. അങ്ങനെ ഒരാളോട് ചേച്ചി എന്തിനിങ്ങനെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എൻ്റെ കവിളിലൊന്ന് നുള്ളി. സൗന്ദര്യമുള്ള ആണുങ്ങളോടല്ലാതെ പിന്നെ വഴിയിൽ കൂടെ പോകുന്ന ഏതെങ്കിലും ആണുങ്ങളോട് ഇങ്ങനെ കാണിക്കാൻ പറ്റുകൂടി? നമ്മുടെ അടുത്ത് നമ്മുടെ കസ്റ്റഡിയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഏത് സ്ത്രീയാണെങ്കിലും ഒന്നിളകും. എന്നാലും ചേച്ചിക്ക് നല്ല സൗന്ദര്യമുള്ള ഒരു ഭർത്താവില്ലേ? അങ്ങനെ ഉണ്ടെന്ന് വെച്ച് മറ്റൊരു പുരുഷൻ്റെ സൗന്ദര്യം ഞാൻ ആസ്വദിക്കരുതെന്നാണോ നീ പറഞ്ഞത്? സൗന്ദര്യം ആസ്വദിച്ചു, പക്ഷേ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എങ്ങനെ കാണിക്കുന്നത്? ചേച്ചിയുടെ ആംഗ്യങ്ങളും ചേച്ചിയുടെ പ്രവൃത്തിയും കാണുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ എന്തോ അടിയൊഴുക്കുകൾ ഉണ്ടെന്നാണ്. അപ്പം ചേച്ചി പറഞ്ഞു, ആഹാ നിനക്കത് ഇപ്പോഴാണോ മനസ്സിലായത്? ആദ്യ ദിവസം കണ്ടപ്പോഴേ മനസ്സിലായില്ലേ മോളെ? ഞങ്ങൾ തമ്മിൽ അടിയൊഴുക്കും മേലൊഴുക്കും എല്ലാം ഉണ്ട്. ഒരു പ്രശ്നവുമില്ല. നല്ല സ്മൂത്തായി പോകുന്നൊരു ബന്ധമാണ്. അവനെ ഞാനിവിടെ തളച്ചിട്ടിരിക്കുകയാണ്. അവൻ്റെ ചരടുകൾ എൻ്റെ കയ്യിലാണ്. എൻ്റെ ചരട് മുറുകുമ്പോൾ അവനും മുറുകും, അയയുമ്പോൾ അവനും അയയും. അത്രയേ ഉള്ളൂ. ചേച്ചിക്ക് ഇതൊക്കെ പറയാൻ നാണമില്ലേ? ഞാനെന്തേടി നാണിക്കുന്നത്? ഈ പ്രായത്തിലും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ നിയന്ത്രിച്ചാൽ നിയന്ത്രിക്കുന്ന ഒരു പുരുഷൻ കൂടി ഉണ്ടാകുന്നത് സ്ത്രീക്ക് ഒരു ട്രോഫി കിട്ടിയതുപോലെയല്ലേ? ആവോ എനിക്കറിയില്ല മോളെ. സദാചാരം വീട്ടിൽ വെച്ചിട്ട് മാത്രം ഇങ്ങോട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതൊക്കെ ശരിയാ. എന്നാലും ചേച്ചി, എന്നാലും പിന്നാലും ഒന്നുമില്ല മോളെ.
ജീവിതമല്ലേ, ആസ്വദിക്കണമെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്രൈറ്റീരിയ എന്ന് നിന്നോട് പറഞ്ഞതല്ലേ. ചേട്ടന് പ്രശ്നമില്ലേ? ചേട്ടൻ എന്താണ് ഈ പ്രശ്നം? ചേട്ടൻ എവിടെ പോകുന്നു, ഏത് മരത്തിൽ കയറുന്നു, ഏത് മാങ്ങ ഇടുന്നു എന്ന് ഞാൻ നോക്കുന്നില്ല. എൻ്റെ കാര്യം അങ്ങനെ നോക്കാൻ വരേണ്ട കാര്യമില്ല. പിന്നെ ഇവനെ ഇവിടെ ഉറപ്പിച്ചു നിർത്തേണ്ടത് ബിസിനസ്സിൻ്റെ മുന്നേറ്റത്തിന് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല. നമ്മളെ ഇട്ടുമൂടാൻ പണം അവൻ്റെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ ബിസിനസ് നഷ്ടമായാലും അവൻ്റെ ടൗണിൽ കിടക്കുന്ന വീതത്തിൽ ഒരു മുറി മുറിച്ച് വിറ്റാൽ പോലും കോടികൾ കിട്ടും. അപ്പോൾ ചേച്ചി രണ്ടും കൽപ്പിച്ചാണ്. രണ്ടുമല്ലടി, ഞാൻ ചിലപ്പോൾ 4 കൽപ്പിക്കും. അപ്പോൾ ചേച്ചി പറഞ്ഞു വരുന്നത് ചേച്ചി അവനുമായി ഒത്തിരി അടുത്തെന്നാണോ? എന്തിനാടി നീ ഇങ്ങനെ വളഞ്ഞു ചുറ്റി മൂക്കിൽ പിടിക്കുന്നത്? എല്ലാം ഉണ്ട്. ഒരു ദിവസം ഭർത്താവിൻ്റെ കഥകൾ ഞാൻ കാണും, അടുത്ത ദിവസം ഇവൻ്റെ നൃത്തമാലയും. നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല. ചേച്ചി ആടുന്നു പാടുന്നു, ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതൊക്കെ കണ്ട് അസൂയ മുത്തിട്ട് നീ ഒരു ദിവസം എനിക്ക് ചേട്ടൻ്റെ കഥകളി കാണണം, അതേപോലെ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ ബാലെ കാണണം എന്നൊന്നും എന്നോട് പറയരുത് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ പറയില്ല. ചേച്ചിയുടെ സ്വഭാവം എനിക്ക് നമ്മുടെ കുടുംബത്തിൽ മാന്യതയുള്ളത് എനിക്ക് മാത്രമാണ്. എടി മാന്യത എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നമ്മുടെ അമ്മയുടെ പഴഞ്ചൻ ചിന്തയല്ല നിനക്ക് കിട്ടിയിരിക്കുന്നത്. ചേച്ചി ഞാൻ സത്യമാടി പറഞ്ഞത് എന്ന് പറഞ്ഞ് ചേച്ചി ചിരിച്ചുകൊണ്ട് പോയി. അസാധാരണമായ ധൈര്യമാണ് ഇവർക്ക്. ഇവരൊക്കെയാണോ യഥാർത്ഥത്തിൽ ജീവിതം ആഘോഷിക്കുന്നത്? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തുടർന്നു പോകുന്ന ജീവിതം രസകരമല്ലേ? ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നി. എന്തായാലും പിന്നീടും പ്രണയചേഷ്ടകൾ കൊണ്ട് നിറഞ്ഞ ഒത്തിരി സംഭവങ്ങൾ ഞാൻ കണ്ടു. ചേട്ടന് പ്രശ്നമില്ല. ചേട്ടൻ്റെ മുന്നിലാണെങ്കിലും ചേട്ടൻ അതൊക്കെ നോർമലായി എടുക്കുന്നു. ഇത് വേറെ യൂണിവേഴ്സാണെന്ന് എനിക്ക് തോന്നിപ്പോയി. എൻ്റെ ചികിത്സകൾ പുരോഗമിക്കുന്നുണ്ട്. ഭർത്താവ് അവധി ദിവസവും അല്ലെങ്കിൽ വീക്കെൻഡിലും വരും. ഞങ്ങൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവ് വരുമ്പോൾ മാത്രം അവിടെ വളരെ ശ്രദ്ധിച്ചുള്ള ഒരു അന്തരീക്ഷം വരും. എല്ലാം ഫോർമലാണ്. പിന്നെ എൻ്റെ ഭർത്താവ് കൂടുതലും എൻ്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് അവർക്ക് വലിയ ശല്യവുമില്ല. അതൊക്കെ അവർ മാനേജ് ചെയ്യും. എന്തുകൊണ്ടും വിദഗ്ധമായ പ്ലാനിങ്ങിൽ അതിവിദഗ്ധരാണ് അവരെന്ന് എനിക്ക് മനസ്സിലായി. സന്ദർഭമനുസരിച്ച് എന്ത് വേണമെങ്കിലും പെരുമാറാൻ പറ്റും. അങ്ങനെ ചികിത്സകൾ പോകുന്നുണ്ട്. 2 മാസത്തെ ചികിത്സ കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിന് ലാബ് റിസൾട്ടിൽ നല്ല വ്യത്യാസമുണ്ട്. എനിക്കാണെങ്കിലും വണ്ണമൊക്കെ കുറഞ്ഞ് കുറച്ചുകൂടി സ്ലിമ്മായി. ഒരു 18കാരിപ്പോൾ എനിക്ക് തന്നെ തോന്നി. സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ചേട്ടനൊരു ദിവസം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എടി മോളെ, നിന്നെ കാണാൻ നിൻ്റെ ചേച്ചിയേക്കാളൊക്കെ ഇപ്പോൾ അതീവ സുന്ദരിയാണെന്ന്. ചേച്ചിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് വണ്ണം കുറഞ്ഞാലൊന്നും അവൾ എന്നെപ്പോലെ സുന്ദരിയൊന്നും ആകില്ല. നിങ്ങൾക്ക് അവളോട് എന്തോ ഒരു ടാർജറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ചേട്ടൻ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ഞാനാണെങ്കിൽ ചമ്മിപ്പോയി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇവളെങ്ങനെ വിടവാവരെന്ന് പറയും, നീ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എൻ്റെ നെറുകിൽ തലോടിക്കൊണ്ട് പറയുകയാണ്, മോളെ, ചേട്ടന് നിന്നോട് എന്തൊക്കെയോ ഇഷ്ടങ്ങളുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ചേച്ചി അങ്ങനെ പറയരുത്. ചേട്ടൻ പാവമാണ്. ചേട്ടൻ പാവമല്ലേ മോളെ, നല്ല ഭയങ്കരനാണ്. അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമായിട്ട് മോള് തനിയെ കിടന്നുറങ്ങുന്ന സമയത്ത് ചേട്ടൻ വരികയാണെങ്കിൽ മോൾ എന്ത് ചെയ്യും? ഞാൻ എതിർക്കും. എതിർക്കരുത് മോളെ. എതിർത്താൽ മോൾക്ക് ഒരവസരം അങ്ങ് നഷ്ടപ്പെടും. ഇപ്പോൾ മോളുടെ സുവർണകാലമാണ്. ചികിത്സയൊക്കെ നന്നായി മുന്നോട്ട് പോകുന്നു. ഇനിയാണ് ചേച്ചി ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം പറയാൻ പോകുന്നത്. മോളെ, ഇനിയിപ്പോൾ ഇവിടെ ആകെ മൊത്തം ടോട്ടൽ 3 ആണുങ്ങളുണ്ട്. ആരാ ചേച്ചി 3 ആണുങ്ങൾ? ഒന്ന് നിൻ്റെ ഭർത്താവ്, ഒന്ന് പ്രവീണ്, ഒന്ന് എൻ്റെ ഭർത്താവ്. അതിന് ഞാനെന്ത് വേണം? മോളെ, മാനേജ് ചെയ്യുമ്പോൾ 3 നീ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അവസരത്തിൽ നിനക്ക് എവിടെ നിന്നാണെന്നറിയാത്ത നല്ല റിസൾട്ട് കിട്ടും. ചേച്ചി എന്താ പറയുന്നത്? എടി പെണ്ണേ, ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നിൻ്റെ ഭർത്താവ് അവധി ദിവസങ്ങളിലും അതേപോലെ തന്നെ വീക്കെൻഡിലും വരുന്നുണ്ട്. ഇവിടെ 2 ആണുങ്ങളുണ്ട്. അവർ കഴിവിലും സൗന്ദര്യത്തിലും ഒട്ടും പിറകിലല്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. കുറച്ച് നാൾ ചേച്ചിയുടെ കൂടെ നീ കൂടണം. ചേച്ചിയുടെ ഐഡിയകൾ നീ ഫോളോ ചെയ്യണം. അതോടുകൂടി നിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആകും. ചേച്ചി വെറുതെ തോന്നിയാസം പറയരുത്, എനിക്ക് പേടിയാ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, പേടിയൊക്കെ ഞാൻ മാറ്റിത്തരാം. ഇവർ 2 പേരും എൻ്റെ കയ്യിലാണ്. കാര്യം അവരുടെ കൺട്രോൾ എൻ്റെ വശമാണ്. ഒരു പ്രശ്നവുമില്ല. ഇതിനു മുൻപ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ മാത്രമേ പിൻപും നിൻ്റെ ജീവിതം പോകും. ഒരു പക്ഷേ അതിലും കൂടുതൽ സന്തോഷമായിരിക്കും നിനക്കുണ്ടാകുക. ഇപ്പോൾ ഇതെല്ലാം ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രാക്ടിക്കൽ ക്ലാസ്സുകളായി മാത്രം നീ വിചാരിച്ചാൽ മതി. എങ്കിലും ചേച്ചി, എനിക്കിതൊന്നും ഒട്ടും പരിചയമില്ല. മോളെ, ഒന്ന് പരിചയിച്ചാൽ പോരാ. നമ്മൾ പരിശീലനങ്ങൾ എന്നും നേടണം. അതുകൊണ്ട് തൽക്കാലം ഞാൻ പറഞ്ഞത് കേൾക്കുക. അതുദ്ദേശിച്ച്
തന്നെയാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എനിക്കറിയാമല്ലോ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ. ഒരാളെ മാത്രം മരുന്ന് കഴിപ്പിച്ച് ഇങ്ങനെ നമ്മളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി പലവിധ പരീക്ഷണങ്ങൾ നമ്മൾ നോക്കണം. അതിനുള്ള ഒരു വേദിയായി ഇത് ഒരുക്കിയെടുക്കണം. വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ ബ്രെയിൻ വാഷ് ചെയ്തു. ദിവസവും ഒരാഴ്ച ബ്രെയിൻ വാഷ് ചെയ്തപ്പോഴേക്കും ചേച്ചി പറയുന്നതിലും എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്നൊന്ന് മൂളതിൻ്റെ അന്ന് രാത്രി ചേച്ചി അവിടെ ഒരു വട്ടമേശ സമ്മേളനം വിളിച്ചു. നമുക്ക് ലക്ഷ്യപ്രാപ്തിയാണ് മുഖ്യം. നിങ്ങൾ രണ്ടാണുങ്ങൾക്കും ഇതൊക്കെ ഒരു ടൈം പാസ്സായിട്ട് മാത്രം ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയാം. കാര്യം നിങ്ങൾ വലിയ വേന്ദ്രന്മാരാണെന്ന് എനിക്കറിയാമല്ലോ. നിങ്ങളെല്ലാവരെയും സ്വതന്ത്രരായി ഞാൻ വിട്ടിരിക്കുന്നത് എനിക്കും സ്വതന്ത്രരായി നടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സെൻറ്റിമെൻറ്റ്സും അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത നിങ്ങൾക്ക് മാത്രമേ ഈ ഒരു കർമ്മം നന്നായി നിർവഹിക്കാൻ പറ്റൂ. മോളെ, നീ ഇതിൽ സെൻറ്റിമെൻറ്റ്സ് പുറത്തെടുക്കരുത്. ഒന്നുകിൽ ഇതൊരു രസകരമായ പ്രക്രിയയായി മാത്രം കരുതുക. പിന്നെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് പോകാനുള്ള കാര്യങ്ങളും ഇവരും അങ്ങനെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെയൊന്നുമില്ല. ഏത് കാര്യത്തിനും അവർ റെഡിയാണ്. അത്തരം മനസ്സാണ് അവർക്ക്. ബിസിനസ് മേഖലയിലല്ലേ, എങ്ങോട്ടും വളയും. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ മോളെ, ചേട്ടനായിരിക്കും ആദ്യം വരിക. ചേട്ടാ, നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ഇവൾക്ക് ഓക്കെ അല്ലെങ്കിൽ പോലും നമുക്ക് ഉദ്ദേശമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കണം എന്ന് പറഞ്ഞു. രണ്ടുപേരും തലയാട്ടി. ചേട്ടൻ വന്നപ്പോൾ എനിക്ക് ചമ്മലായിരുന്നു. ചേട്ടൻ പക്ഷേ പറഞ്ഞത് ജീവിതം ഒരു വല്ലാത്ത തരികിടയാണ് മോളെ. അവിടെ നമ്മൾക്ക് നിലനിൽക്കാൻ വേണ്ടി പല പല കാര്യങ്ങളും കണ്ടെത്തേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷേ അവരൊക്കെ ഈ കാര്യത്തിൽ PhD എടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു പ്രശ്നങ്ങളുമില്ല, ഒരു കുറ്റബോധവുമില്ല. തുടക്കത്തിൽ യാതൊരു വിധത്തിലുള്ള പാളിച്ചകളുമില്ല. ഒരാളെ എങ്ങനെ വശത്താക്കണമെന്നും അവരെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും അറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ ടെൻഷൻ 10 മിനിറ്റ് കൊണ്ട് അപ്രത്യക്ഷമായി. കാര്യങ്ങൾ ഏറ്റവും നന്നായി നടന്നു എന്നുള്ളത് ഞാൻ തുടർച്ചയായി പറയേണ്ട കാര്യമില്ലല്ലോ. പ്രവീൺ വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അവനും എന്നോട് അമിതമായ സ്നേഹമാണ് പ്രദർശിപ്പിച്ചത്. പക്ഷേ എനിക്ക് അവരോട് രണ്ടുപേരോടും അനിതര സാധാരണമായ അടുപ്പം തോന്നിപ്പോയി. അവർക്ക് പക്ഷേ അങ്ങനെയല്ല. എല്ലാം ഒരു പ്രാക്ടിക്കൽ ചിന്താഗതി മാത്രം. പക്ഷേ എൻ്റെ ലക്ഷ്യം ഇന്ന് ഞാൻ നേടിയെടുത്തു. ചേച്ചി എന്നെ ആശീർവദിച്ചു. എൻ്റെ ഭർത്താവിന് വീട്ടുകാർക്കുമെല്ലാം സന്തോഷവുമായി. അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ ആർക്കും അറിയുകയുമില്ല. പക്ഷേ മാഡം, ഈ 3 പുരുഷന്മാരെയും ഓർത്ത് എൻ്റെ മനസ്സിൽ ഒരേപോലെയുള്ള ആശങ്കകളാണ്. 3 പേരെയും ഞാൻ മനസ്സിൽ ഒരുപോലെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. 3 പേരെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ ഭർത്താവ് മാത്രമേ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളൂ. ബാക്കി 2 പേരും അവർ അവരുടേതായ മേഖലകളിൽ പോകുന്നുണ്ട്. എനിക്ക് ഒരു കോള് പോലും അവർ ചെയ്യാറില്ല. പക്ഷേ എൻ്റെ മനസ്സിലെ ഈ കാര്യം എനിക്ക് തുറന്ന് പറയാനും പറ്റുന്നില്ല. എൻ്റെ മനസ്സിൽ പ്രണയം കുടികൊള്ളുകയാണ്. റെസ്റ്റിലാണെങ്കിലും എനിക്കെന്തോ മനസ്സിൽ വല്ലാത്ത ഭാരമാണ് മാഡം. എൻ്റെ മനോഗതി മാഡത്തിന് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഊഹിക്കാൻ പറ്റുന്നുണ്ട്. കാര്യം ഇഷ്ടമുള്ള 3 പുരുഷന്മാർ, ആ 3 പുരുഷന്മാരെയും തുല്യമായി ഓർത്ത് ദുഃഖിക്കുന്നൊരു സ്ത്രീ, സ്നേഹിക്കുന്നൊരു സ്ത്രീ, അങ്ങനെ ഒരാളുണ്ടോ എന്ന് കേൾക്കുമ്പോഴേക്കും ചിലപ്പോൾ ആളുകൾ ഇവക്ക് എന്തിൻ്റെ കേടാന്ന് ചോദിച്ചേക്കാം. പക്ഷേ അങ്ങനെ മനസ്ഥിതി വരാൻ കാര്യം നമുക്ക് ഇഷ്ടമുള്ള ഒന്നിലധികം ആളുകളുണ്ടാകാമല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രാക്ടിക്കലായി കാര്യങ്ങൾ ചിന്തിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അവിടെ ചേച്ചി സഹായിച്ചു എന്നുള്ളത് ഉള്ളത് കൊണ്ട് ഈ സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് ഗുണമില്ലാത്തത് കൊണ്ട് അത് മറന്നേക്കാതെയുള്ള വഴി.